നമസ്കാരം. NCV ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ KPSTA ഭവൻ ഉദ്ഘാടനം നടത്തി. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ തെറ്റായ നയങ്ങൾ തിരുത്തുമെന്ന് മന്ത്രി. ഓഗസ്റ്റ് 15-ന് വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലിക്കാൻ ഉത്തരവിട്ട സർക്കാർ നടപടിയിൽ പ്രതിഷേധം. എടക്കരയിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി DYFI. പ്രതിഷേധം സംഘടിപ്പിച്ചത് എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ദേശീയ വ്യാപാരി ദിനം. മേഖലയിലും ദിനാചരണം സമുചിതമായി നടത്തി. KVVES നിലമ്പൂർ, എടക്കര യൂണിറ്റുകൾ സംഘടിപ്പിച്ചത് വിപുലമായ പരിപാടികൾ. ജനസാക്ഷ്യം പൊതുജന പരാതി പരിഹാര അദാലത്ത് ഓഗസ്റ്റ് 10-ന് വണ്ടൂരിൽ. അദാലത്ത് സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ KPSTA ഭവൻ ഉദ്ഘാടനം നടത്തി. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചരിത്ര മഹോത്സവത്തെ അനുഗ്രഹീതമാക്കിക്കൊണ്ട് ഇന്ന് ഈ നിമിഷത്തിൽ ഈ ചരിത്ര മഹോത്സവത്തിൽ KPSTA ആസ്ഥാന മന്ദിരം നിലമ്പൂർ KPSTA കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായി രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ അധ്യാപക സംഘടനകളായിരുന്നവരെ എല്ലാവരും കൂടി ഒന്നിപ്പിച്ചുകൊണ്ട് KPSTA എന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഞാൻ KPSC പ്രസിഡന്റായിരുന്ന കാലത്താണ്. GSTO, PSTA, KMPT യൂണിയൻ എന്നീ സംഘടനകളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരേ ഭരണഘടന ഉണ്ടാക്കി, ഒരു കൊടിയുണ്ടാക്കി, ഓഫീസുകളെല്ലാം സംയോജിപ്പിച്ച് കേരളത്തിലെ അധ്യാപകരുടെ ഏറ്റവും വലിയ പൊതു വേദിയാക്കി അന്ന് മാറ്റാൻ കഴിഞ്ഞു. ഇന്ന് ശ്രീ അരവിന്ദനാണ് ഇതിന്റെ പ്രസിഡന്റ്. അരവിന്ദന്റെ നേതൃത്വത്തിൽ പ്രസ്ഥാനം ഇന്ന് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാലമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ LDF സർക്കാർ നടപ്പിലാക്കിയ തെറ്റായ നയങ്ങൾ തിരുത്തുമെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ UDF സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യടൻ മുഹമ്മദ് മെമ്മോറിയൽ ഹാൾ ഉദ്ഘാടനം ആര്യടൻ ഷൗക്കത്ത് MLA നിർവഹിച്ചു. KPSTA വർക്കിംഗ് ചെയർമാൻ K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന പ്രസിഡന്റ് PK അരവിന്ദൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. AIPTF ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ മുഖ്യ സന്ദേശം നൽകി. കൺവീനർ O ശശിധരൻ, നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി V സുനിൽകുമാർ, അനിൽകുമാർ വട്ടപ്പാറ, CH മുഹമ്മദ് ഇക്ബാൽ, VA കരീം, NA കരീം, A ഗോപിനാഥ്, പാലൊളി മെഹബൂബ്, VK അജിത് കുമാർ, K അബ്ദുൽ മജീദ്, P പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. വൃക്കരോഗങ്ങൾക്കെതിരെ സാമൂഹിക അവബോധം വളർത്തുന്നതിനായി വ്യത്യസ്ത പ്രചരണവുമായി വണ്ടൂരിൽ നിന്നൊരു കൂട്ടായ്മ. സ്നേഹ കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നവംബറിൽ വിപുലമായ ഓൾ കേരള മാരത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വൃക്കരോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യകരമായ ജീവിതശൈലിയും കൃത്യമായ പരിശോധനകളും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്താനായാൽ നിയന്ത്രിക്കാനും ചികിത്സിക്കാനും കഴിയുന്ന വൃക്കരോഗം പലപ്പോഴും വൈകിയുള്ള രോഗനിർണയത്തെ തുടർന്ന് മരണത്തിലേക്കും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കും കുടുംബങ്ങളെ എത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് സംഘാടകർ പറഞ്ഞു. വൻ നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാരത്തോണുകളുടെ മാതൃകയിൽ വിപുലമായ ഒരുക്കങ്ങളോടെയാണ് റൺ വണ്ടൂർ റൺ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മാരത്തോണിൽ 1500-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. വിജയികൾക്ക് ഇംഗ്ലീഷ് ഹൗസ് നൽകുന്ന ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാരത്തോണിന്റെ ഔദ്യോഗിക ലോഗോ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഇംഗ്ലീഷ് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ TK ഷെഫീലിന് നൽകി പ്രകാശനം ചെയ്തു. ഡയാലിസ് ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ
നമ്മുടെ കിഡ്നി സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത പൊതുസമൂഹത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വണ്ടൂരിലെ സ്നേഹ കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവംബർ മാസം 8-ാം തീയതി അഖിലേന്ത്യാ നിലവാരത്തിലുള്ള ഒരു മാരത്തോൺ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ രംഗത്ത് പരിചയമുള്ള വണ്ടൂർ റണ്ണേഴ്സുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഈ മാരത്തോൺ പ്രധാനമായും 2 വിഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. 10 കിലോമീറ്ററും മറ്റൊന്ന് 5 കിലോമീറ്റർ. 10 കിലോമീറ്റർ 4 കാറ്റഗറിയാണ്. അപ് ടു 45 ഇയേഴ്സ് ഒന്ന്, 45 to 60 ഒന്ന്, 60 എബവ് ഒന്ന്, വനിതകൾക്ക് വേറെ ഒരു വിഭാഗം. ഈ 4 വിഭാഗങ്ങൾക്കും ഇതിൻ്റെ മുഖ്യ സ്പോൺസർമാരായിട്ടുള്ള ഇംഗ്ലീഷ് ഹൗസിൻ്റെ പ്രൈസ് മണി നൽകും. ഇതിൻ്റെ മലയാളത്തിലുള്ള ലോഗോ കേരളത്തിൻ്റെ ബഹുമാനീയനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ ഇന്ന് പ്രകാശനം ചെയ്തു. ബോംബെയിലും എറണാകുളത്തും കോയമ്പത്തൂരുമൊക്കെ നടക്കുന്നത് പോലെയുള്ള അഖിലേന്ത്യാ നിലവാരമുള്ള മാരത്തോണാണ് നമ്മുടെ കൊച്ചു പട്ടണത്തിൽ നവംബർ 8-ന് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. വണ്ടൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റൺ വണ്ടൂർ റൺ സംഘാടക സമിതി ചെയർമാനെ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, ജനറൽ കൺവീനർ KK മുക്താർ, പ്രസ് സെക്രട്ടറിയും മീഡിയ വിഭാഗം ചെയർമാനുമായ KP ഭാസ്കരൻ, മീഡിയ കൺവീനർ KP അജ്മൽ, വിവിധ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് അഫ്സൽ സീലത്ത്, നസീം നാലകത്ത്, V ഹനീഫ, സന്തോഷ് പോരൂർ, CH സലീൽ, KT സൈനുദ്ദീൻ, K അഷ്റഫ്, KT ജഫ്സൽ, AP സഹീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 15-ന് വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലിക്കാൻ ഉത്തരവിട്ട UDF സർക്കാരിനെതിരെ എടക്കരയിൽ DYFI പ്രതിഷേധം. എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൗണിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തിയത്. പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരത്ത് സംഗമിച്ചു. നേതൃത്വത്തിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സതീശൻ സർക്കാരിന്റെ നിയന്ത്രണമുള്ള ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഈ സത്യപ്രതിജ്ഞയുടെ ആരംഭത്തിൽ ഈ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു. വന്ദേ മാതരം ആലപിക്കുന്ന ഒരു വിവാദമുണ്ടായി. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പൂക്കി സതീശൻ പറഞ്ഞത് എന്താണ്? അന്ന് പറഞ്ഞത് ഞങ്ങളുടെ അറിവോടുകൂടെയല്ല, അത് ഈ കേരളത്തിനകത്ത് ഗവർണറുടെ നിയന്ത്രണത്തിൽ ഗവർണർ ഭവനിൽ നിന്ന് ലഭിച്ചതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയുടെ ഈ ഓർഡറും സതീശൻ അറിഞ്ഞിട്ടില്ല എന്നാണോ കേരളം വിശ്വസിക്കേണ്ടത്? നിങ്ങൾ ഇവിടെ RSSന് വിടുപണി ചെയ്യുന്ന VD സവർക്കറെ ഉൾപ്പെടെ രാജ്യത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തുരങ്കം വെക്കുന്ന, അതിന് ഒറ്റുകൊടുത്ത രാജ്യദ്രോഹിയായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോസ്റ്റർ ഒട്ടിച്ച അനുഭവമില്ലാത്ത RSSകാരന്റെ പ്രതിനിധിയായ VD സവർക്കർ, ആ VD സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രഖ്യാപിച്ച് ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ക്വിസ് മത്സരത്തിന്റെ പദാവലി, ഒരു ചോദ്യാവലിയും ഉത്തരവും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ സംഗമം DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ BJPയുടെ നയം നടപ്പിലാക്കാൻ പിറവി കൊണ്ട സർക്കാരിനെ പോലെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് JM ഷബീബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A അനസ്, ബ്ലോക്ക് ട്രഷറർ PK ഷഫീഖ്, MH ക്ലിഫി, ഷിഫ് ലുസ്ഖാൻ, K താഹിർ, VY ജംഷീർ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ദേശീയ വ്യാപാരി ദിനം വിപുലമായി ആചരിച്ചു. നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് പതാക ഉയർത്തി. ജിന്ദാബാദ്
വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് കീഴിലുള്ള പൂക്കോട്ടുംപാടം തണൽ ഡയാലിസിസ് സെന്ററിനായി ധനസമാഹരണത്തിനും തുടക്കം കുറിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി വി സനിൽകുമാർ, ടോമി ചേഞ്ചേരി, റിയാസ് ചെമ്പൻ, വിജയ്, ആശാ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി കെ സഫറുള്ള സ്വാഗതം പറഞ്ഞു. മധുര വിതരണവും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടക്കര യൂണിറ്റ് കമ്മിറ്റി ദേശീയ വ്യാപാരി ദിനം സമുചിതമായി ആചരിച്ചു. വ്യാപാര ഭവൻ പരിസരത്ത് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ബാബു പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. യൂണിറ്റിലെ പഴയകാല കച്ചവടക്കാരുടെ ഭവന സന്ദർശനവും പൂക്കോട്ടുംപാടം തണൽ ഡയാലിസിസ് സെന്ററിനായി ഫണ്ട് ശേഖരണവും മധുര വിതരണവും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി നാസർ, ട്രഷറർ നാസർ EKC, കെ മുഹമ്മദ് റഫീഖ്, ബിജു നവീൻ, CP സലാം, M ബാസിത്ത്, KC സവാദ്, EA അഷ്റഫ്, മഹേഷ് കവിത, അബ്ദുറഹ്മാൻ മേച്ചേരി, VP അസീസ് എന്നിവർ സംസാരിച്ചു. CSI മലപ്പുറം ജില്ലാ സ്ത്രീജന സഖ്യം കലാമേള നിലമ്പൂർ സെന്റ് മാത്യൂസ് CSI പള്ളിയിൽ നടന്നു. 11ഓളം പള്ളികളിൽ നിന്നുമായി 150ലധികം അംഗങ്ങളാണ് കലാമേളയിൽ പങ്കെടുത്തത്. CSI മലബാർ ഡയോസിസ് സ്ത്രീ ജനസംഖ്യ ജനറൽ സെക്രട്ടറി ലീബ സൂസൻ ഡെന്നി മുഖ്യാതിഥിയായി. ഏരിയ പ്രസിഡന്റ് ഹെൽമ റിജു, വൈസ് പ്രസിഡന്റ് ആനി ഷെറിൻ, സെക്രട്ടറി മൻസി ബ്ലസൻ, ജോയിന്റ് സെക്രട്ടറി സിനി, ട്രഷറർ പ്രേമലത എന്നിവർ നേതൃത്വം നൽകി. റവറൻ ഡെന്നി, റവറൻ റെജി, റവറൻ ബിജു ജോൺ, റവറൻ ഡീക്കൺ റിജു വർഗീസ് എന്നീ വൈദികരും പങ്കെടുത്തു. CSI നിലമ്പൂർ സെന്റ് മാത്യൂസ് ചർച്ച് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനസാക്ഷ്യം പൊതുജന പരാതി പരിഹാര അദാലത്ത് ഓഗസ്റ്റ് 10 വണ്ടൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സിയന്ന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങൾക്ക് വിവിധ വിഷയങ്ങളിലുള്ള പരാതികളും അപേക്ഷകളും നേരിട്ട് സമർപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അവസരമാണ് അദാലത്തിലൂടെ ഒരുക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് വണ്ടൂരിൽ പ്രത്യേക പരിപാടി ഒരുക്കുന്നത്. നേരത്തെ ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് പുറമെ പുതിയ പരാതികൾ ഉള്ളവർക്ക് അദാലത്ത് ദിവസമായ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ 11 മണി വരെ പുതിയ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടാകും. ക്യാമ്പിലെത്തുന്നവർ ആവശ്യമായ എല്ലാവിധ രേഖകളും കൈവശം കരുതാം. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച ഒരു പരാതി പരിഹാര അദാലത്ത് നടക്കുകയാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായിട്ടാണ് ഈ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS മുഴുവൻ സമയവും ഈ അദാലത്തിൽ ജനങ്ങളുടെ പരാതി സ്വീകരിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഈ അദാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, മഞ്ചേരിയുടെ MLA അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വണ്ടൂർ ഡിവിഷനിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റു വണ്ടൂർ ഡിവിഷനിലെ ജനപ്രതിനിധികൾ എല്ലാവരും ഈ അദാലത്തിൽ സംബന്ധിക്കും. ഈ അദാലത്തിലേക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 3 വരെ ഓൺലൈനായി അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു. ഏകദേശം 400ഓളം അപേക്ഷകളാണ് ഓൺലൈനായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ അപേക്ഷകൾ പരിശോധിച്ചപ്പോൾ അതിൽ പല അപേക്ഷകളും ഡബിൾ എൻട്രി കണ്ടു, റിപ്പീറ്റേഷൻ കണ്ടു. അതുപോലെ തന്നെ ചില അപേക്ഷകളൊക്കെ
രേഖകളൊക്കെ വ്യക്തമായ രേഖകളില്ലാത്ത അവ്യക്തമായ രീതിയിലാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ സമർപ്പിച്ചവരൊക്കെ തന്നെ നിർബന്ധമായും അന്ന് 10-ാം തീയതി വണ്ടൂർ CNA ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം. എല്ലാ അപേക്ഷകളിലും ജില്ലാ കളക്ടർ പരിശോധിച്ച് കളക്ടറുടെ സൈൻ വെച്ച് ആ അപേക്ഷകളിൽ നമുക്ക് തീർപ്പാക്കാൻ കഴിയുന്ന പരാതികളൊക്കെ അവിടെ സ്പോട്ടിൽ വെച്ച് തന്നെ നമ്മൾ അത് പരിഹരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലിപ്പറ്റ ജമീല, പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷൈജൽ എടപ്പറ്റ, സലാം ഏമങ്ങാട് എന്നിവർ പങ്കെടുത്തു. ജോൺസൺ ഐരൂർ സ്മാരകവേദി ഏർപ്പെടുത്തിയ സംസ്ഥാനതല മനഃശാസ്ത്ര ലേഖന പുരസ്കാരം ഡോക്ടർ PK റഹ്മുദ്ദീന്. കോഴിക്കോട് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റഹീമുദ്ദീന്റെ കുട്ടികൾക്ക് ബിഹേവിയറൽ വാക്സിൻ നൽകിയോ എന്ന ലേഖനത്തിനാണ് പുരസ്കാരം. ആര്യടൻ ഷൗക്കത്ത് MLA പുരസ്കാരം സമ്മാനിച്ചു. മലയാളിയെ യുക്തിസാക്ഷരതയിലേക്ക് നയിച്ച ക്രാന്തദർശിയായിരുന്നു ജോൺസൺ ഐരൂരെന്ന് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. മാനസിക പ്രശ്നങ്ങൾക്ക് മനഃശാസ്ത്ര ചികിത്സ ആവശ്യമാണ് എന്ന ബോധം പൊതുസമൂഹത്തിൽ ശക്തമല്ലാതിരുന്ന കാലത്ത് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഐരൂർ നിർണായകമായ പങ്കുവഹിച്ചു. ബേപ്പൂർ സുൽത്താൻ, VT പട്ടതിരിപ്പാട്, കോവിലൻ തുടങ്ങിയ സാഹിത്യ സാംസ്കാരിക പ്രമുഖരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഐരൂർ മതേതര മാനവികതയിലും ജീവിത മൂല്യങ്ങളിലും ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നുവെന്നും വ്യക്തമാക്കി. ചിന്മയ വിശ്വവിദ്യാപീഠം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സതീഷ് വർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൈബർ സ്ക്വയർ കോയമ്പത്തൂർ കാരുണ്യ സർവകലാശാലയുടെയും HK സ്കൂൾ ട്രെൻഡ്സിന്റെയും സഹകരണത്തോടെ ഏർപ്പെടുത്തിയ സൈബർ സ്ക്വയർ ദേശീയ ഡിജിറ്റൽ എക്സലൻസ് അവാർഡ് പൂക്കോട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂൾ മാനേജറും CBSE സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖലാ പ്രസിഡന്റുമായ M അബ്ദുൽ നാസറിന്. മലപ്പുറത്ത് നടന്ന CBSE മെറിറ്റ് ഡേ ചടങ്ങിൽ മന്ത്രി AP അനിൽകുമാർ അവാർഡ് സമ്മാനിച്ചു. വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് പഠന രംഗത്ത് നൂതന പാഠ്യപദ്ധതി ആവിഷ്കരിച്ചതിനും സ്കൂളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിൽ നടത്തിയ നേതൃപാഠവും പരിഗണിച്ചാണ് അവാർഡിന് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. HK സ്കൂൾ ട്രാൻസ് മാനേജിംഗ് ഡയറക്ടർ K ഹരികൃഷ്ണൻ അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിച്ചു. PMA സമീർ MLA, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫാത്തിമ തബ്ഷീറ, മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് റിനീഷ റഫീഖ്, സഹോദയ ജനറൽ സെക്രട്ടറി M ജൗഹർ, P ഹരിദാസ്, ജോബിൻ സെബാസ്റ്റ്യൻ, ഡോക്ടർ ഷിബിലി CK, നിർമ്മല ചന്ദ്രൻ, IV രതി തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിലമ്പൂർ ശോഭിക വെഡ്ഡിങ്സ്. ഓണം ക്യാമ്പയിന്റെ ഭാഗമായി ട്രെൻഡ് ഓണം ട്രഡീഷണൽ ഓണം എന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ള ഓണം ക്യാമ്പയിൻ ലോഗോ പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി നിലമ്പൂർ ശോഭിക വെഡ്ഡിങ്സ്. ഓണത്തിൻ്റെ കാലാതീതമായ പാരമ്പര്യം നിലനിർത്തുന്നതിനൊപ്പം പുതിയ ഓണം ട്രെൻഡുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന ശോഭിക വെഡ്ഡിങ്സിനെ ചെയർപേഴ്സൺ അഭിനന്ദിച്ചു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്താസ് ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ എന്നിവർ സംസാരിച്ചു. ശോഭിക വെഡ്ഡിങ്സ് സ്റ്റോർ മാനേജർ ഷാക്കിർ, ഷോറൂം ഇൻചാർജ് ഷാജി പടിഞ്ഞാറ് വീട്ടിൽ, HR എക്സിക്യൂട്ടീവുമാരായ ഷാഹിനു, ശിഖ എന്നിവർ പങ്കെടുത്തു. ഓണം ക്യാമ്പയിനോടനുബന്ധിച്ച് ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ഉൾപ്പെടുത്തി വിവിധ പരിപാടികളും നടത്തി. ഓണത്തിൻ്റെ പാരമ്പര്യവും പുതുമയുള്ള ട്രെൻഡുകളും സമന്വയിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്തമായ ഓണാനുഭവം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രെൻഡ് ഓണം ട്രഡീഷണൽ ഓണം ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ വീട്ടിക്കുത്ത് ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കായി രാമായണ വായനാ മത്സരവും രാമായണ പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ K സ്വപ്ന നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ സെക്രട്ടറി MR സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വസുമതി ബാലഗോപാൽ, സതി ദാമോദരൻ, P ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു.
ട്രഷറർ PV നാരായണൻ നന്ദി പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി P പ്രശാന്ത്, P ഭാവേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സര വിജയികളെ യോഗത്തിൽ അഭിനന്ദിച്ചു. നിലമ്പൂർ ഫാറ്റിമഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ കലാഞ്ജലി 26 എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു. കൈരളി ചാനൽ ഗ്രൂമറും ഗായകനുമായ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ മരിയ ജീവിത, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജീന, മറ്റ് ക്യാബിനറ്റ് മെമ്പേഴ്സ് എന്നിവർ മുഖ്യാതിഥിയോടൊപ്പം കലോത്സവത്തിന് തിരിതെളിയിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ മരിയ ജീവിത അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർമാരായ ജെസി ബിജു, സഞ്ജയ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. 1, 2, 3 സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നിലമ്പൂർ PV's മോഡൽ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 1999 മുതൽ 2026 വരെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമമാണ് ശ്രദ്ധേയമായത്. ദ വാലി കോൾസ് എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം രാജ്യസഭാ MPയും സ്കൂൾ ചെയർമാനുമായ PV അബ്ദുൽ വഹാബ് നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ്, കോർഡിനേറ്റർ ഉർമിള പത്മനാഭൻ എന്നിവർ ചേർന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. മാനേജർ PV അലി മുബാറക്, മുൻ പ്രിൻസിപ്പൽമാരായ T ബാലകൃഷ്ണൻ, രാധാവർമ്മ എന്നിവർ വിശിഷ്ട അതിഥികളായി. UK മൻസൂർ, KM രൂപ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് സംഘടിപ്പിച്ച മെഗാ നറുക്കെടുപ്പ് K ഷിജിയയും ഡോക്ടർ VP ഫാത്തിമയും നിയന്ത്രിച്ചു. പരിപാടികൾക്ക് മാഹിർ ആലം, K ഷഫീഖ്, ജഗീത് മോഹൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബാച്ചുകളിലെ വിദ്യാർത്ഥികൾ പ്രത്യേക കോർ കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് കഴിഞ്ഞ 6 മാസം നിരന്തരമായി പരിശ്രമിച്ചതിന്റെ ഫലമായാണ് 1/4 നൂറ്റാണ്ടിലെ വിവിധ കാലഘട്ടങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഒന്നിച്ചു ചേരാനായത്. മൂത്തേടം ഈസ്റ്റ് കൽക്കുളം MMM LP സ്കൂളിലെ 2026-27 വർഷത്തെ സ്കൂൾ കലാമേള സമാപിച്ചു. LP ജനറൽ കലാമേളയിൽ 101 പോയിന്റ് നേടി ലാവൻഡർ ഗ്രൂപ്പും, അറബിക് സാഹിത്യോത്സവത്തിൽ 33 പോയിന്റ് നേടി ഡാലിയ ഗ്രൂപ്പും 1ാം സ്ഥാനക്കാരായി. കലിക 2K26 പേരിൽ 2 ദിവസങ്ങളിലായി നടന്ന മേള നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രോഗ്രാമിനും ഒരു പ്രൊഫഷണൽ ടച്ച് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വളരെ സത്യം. ഈ പൂമുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ LKG തൊട്ടിട്ട് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്. എനിക്കറിയാം, നിങ്ങളെ പോലെ നല്ല സൗന്ദര്യമുള്ള പൂമുട്ടുകളെയാണ് കലിക എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായി. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. നാടൻ പാട്ട് കലാകാരൻ പ്രശാന്ത് മങ്ങാട്ട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മൽ പുതിയറ, സ്കൂൾ മാനേജർ ബിബിൻ M മുഹമ്മദ്, പ്രധാന അധ്യാപകൻ C പ്രജീഷ്, MTA വൈസ് പ്രസിഡന്റ് ഫർസാന, സീനിയർ അധ്യാപിക മിനി മാത്യു, വിദ്യാരംഗം കൺവീനർ ലജിഷ, സ്കൂൾ ആർട്സ് മിനിസ്റ്റർ ഇഷ സെയിൻ, കലാമേള കൺവീനർ അനു സൈമൺ എന്നിവർ സംസാരിച്ചു. 2 ദിവസം നീണ്ടുനിന്ന മേളയിൽ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സ്കൂളിലെ മുഴുവൻ കുട്ടികളും വിവിധ പരിപാടികളിൽ പങ്കാളികളായി. ജനറൽ കലാമേളയിൽ 96 പോയിന്റുമായി ഡാലിയ ഗ്രൂപ്പ് 2ാം സ്ഥാനവും 91 പോയിന്റുമായി ഓർക്കിഡ് ഗ്രൂപ്പ് 3ാം സ്ഥാനവും നേടി. അറബിക് സാഹിത്യോത്സവത്തിൽ 20 പോയിന്റ് നേടിയ ഓർക്കിഡ് ഗ്രൂപ്പും 18 പോയിന്റ് നേടിയ ലാവൻഡർ ഗ്രൂപ്പും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മൽ പുതിയറ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ കലാമേളയുടെ ഭാഗമായി നിലമ്പൂർ സങ്കുൽത്തല സ്ക്രീനിംഗ് മത്സരം
വണ്ടൂർ ഗുരുകുലം വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ PK തരകൻ മേള ഉദ്ഘാടനം ചെയ്തു. കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലേ തരുരാജിയും മനുജരും മന്ത്രിച്ചു മാടിയിടവേ എന്നെ വിസ്മയം ഗുരുകുലം വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ബിജു ബേബി, BVN ജില്ലാ ശാസ്ത്രമേള സംയോജകൻ P ബാബുരാജൻ, BVN ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഗുരുകുലം വിദ്യാനികേതൻ സെക്രട്ടറിയുമായ M ഉണ്ണികൃഷ്ണൻ, നിലമ്പൂർ സംകുൽ സംയോജകൻ K പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് ശേഷം താളം, രാഗം, മേളം, ലയം എന്നീ 4 വേദികളിലായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ശിശു ബാല വിഭാഗങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളിൽ മാറ്റുരച്ചു. 8 വിദ്യാലയങ്ങളിൽ നിന്നായി 300ഓളം കുട്ടികളും 50ഓളം അധ്യാപകരും രക്ഷിതാക്കളും ഗുരുകുലം വിദ്യാലയ സമിതി, മാതൃസമിതി, ക്ഷേമസമിതി അംഗങ്ങളും കലാമേളയിൽ പങ്കെടുത്തു. വൻ ജനപങ്കാളിത്തത്തോടെയും മികച്ച സംഘാടന മികവോടെയും നിലമ്പൂർ സംകുൽ കലാമേളയുടെ സ്ക്രീനിംഗ് മത്സരങ്ങൾ വിജയകരമായി പൂർത്തിയായി. ഗുരുകുലം വിദ്യാനികേതൻ മണിപ്പൂരിൽ വെച്ച് നിലമ്പൂർ സംകുലിന്റെ ജില്ലാ കലാമേള, അതിന്റെ സബ് ജില്ലാ കലാമേള നടക്കുകയാണ്. 35 ഇനങ്ങളിലായിട്ട് 300 കുട്ടികൾ പങ്കെടുക്കുന്നു. 4 വേദികളിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരള ഗ്രാമീണ ബാങ്ക് നിലമ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ തൃക്കൈക്കുത്ത് ശിവക്ഷേത്രത്തിൽ ഈ കാണിക്ക സമർപ്പിച്ചു. ബാങ്ക് സീനിയർ മാനേജർ വെച്ചൂർ C ശങ്കർ, അസിസ്റ്റന്റ് മാനേജർമാരായ സുമേഷ്, നീരജ രാജേന്ദ്രൻ, മറ്റ് ബാങ്ക് ജീവനക്കാർ, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പാറക്കൽ നാരായണൻ, കൊരമ്പയിൽ ഗോപി, ജയനാരായണൻ, അഡ്വക്കേറ്റ് സോമനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പ്രമോദ് എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞങ്ങൾക്ക് കേരള ഗ്രാമീണ ബാങ്കിനും ഇതിലെ ജീവനക്കാരായ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ ദിവസം. കാരണം വെച്ചാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം നമുക്കറിയാം, നമ്മളെല്ലാം ഈ കറൻസി ഉപയോഗം മെല്ലെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഡിജിറ്റലായിട്ട്, UPI ആയിട്ട്, ഗൂഗിൾ പേ ആയിട്ട്, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത്, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ട്രാൻസാക്ഷൻ, പണമിടപാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭഗവത് സന്നിധിയിലും നമ്മളിവിടെ സാധാരണ ഭണ്ഡാരം ഇരിപ്പുണ്ട്. അതിലുപരിയായി നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് ഭഗവാന് കാണിക്ക അർപ്പിക്കാനുള്ള സൗകര്യമാണ് ബാങ്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ റബി ഉൽ അവൽ മാസ വരവേൽപ്പിന്റെ ഭാഗമായി നിലമ്പൂർ മണലോടി തഖ്വ മസ്ജിദിന് കീഴിൽ സംഘടിപ്പിച്ച ശുചീകരണ ദൗത്യം മാതൃകാപരമായി. മസ്ജിദ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ക്ലീൻ വില്ലേജ് സീറോ വേസ്റ്റ് എന്ന സന്ദേശമുയർത്തിയാണ് പ്രവൃത്തി നടത്തിയത്. മഹല്ല് ഗാസി അബ്ദുൾ റഷീദ് ചക്കാഫി ഉദ്ഘാടനം നിർവഹിച്ചു. മണലോടി പള്ളിയുടെ പരിസരങ്ങളും സമീപത്തെ പ്രധാന റോഡുകളും പൂർണ്ണമായും ശുചീകരിച്ചു. ഉവൈസ് ഉസ്താദ്, യൂത്ത് വിംഗ് ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി, റനീസ് കവാട്, മുഹമ്മദ് അഫ്സൽ, സക്കീർ വണ്ടിക്കാരൻ, നിയാസ് മുള്ളുത്തി, ഹനീഫ, മുസ്തഫ വലിയകത്ത്, അജ്മൽ, അജ്നാസ്, മുനീർ, ഷാഹിദ് പുന്നപ്പാല, അനീസ്, ഷറഫലി, മഹല്ല ഭാരവാഹികളായ അബൂബക്കർ പാതിരാപ്പറ്റ, നാസർ കുമ്പങ്ങാടൻ, ഖാലിദ്, റഷീദ്, മിൽമ എന്നിവർ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. പരിസ്ഥിതി സൗഹൃദപരമായ സന്ദേശം സമൂഹത്തിന് നൽകുക എന്നതായിരുന്നു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. വരും ദിവസങ്ങളിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് മഹല്ല് യൂത്ത് വിംഗ് ഭാരവാഹികൾ പറഞ്ഞു. വരവേൽക്കാൻ വേണ്ടിയിട്ട് നാടും വീടും മനസ്സും ശരീരങ്ങളൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ കേക്കനേറനാട്ടിലെ മണലോടി തഖ്വ മസ്ജിദിൻ്റെ കീഴിൽ നമ്മുടെ നാട്ടിലെ യുവാക്കളും കൂട്ടുകാരും യൂത്ത് വിങ്ങൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അൽഹംദുലില്ലാഹ് വിശുദ്ധ റബീഇൻ്റെ വരവേൽപ്പിൻ്റെ സന്ദേശമായി പരിസരങ്ങളും സീറോ വേസ്റ്റ് സീറോ വില്ലേജ് എന്ന ശീർഷകത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ പുറപ്പെട്ട കൂട്ടുകാരും സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നാടിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിസരങ്ങളിൽ ക്ലീൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെ നമ്മൾ ഇറങ്ങിത്തിരിച്ചതാണ്. അൽഹംദുലില്ലാഹ് എല്ലാ ആളുകളോടും
മമ്പാട് നടുവക്കാട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ രാമായണ പാരായണ യജ്ഞം നടത്തി. മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടത്തിയത്. ബാലകൃഷ്ണൻ, ഗീത മേപ്പാടം, കെ വിശാലാക്ഷി, സുജ ജി നായർ, സി കെ ബേബി, കെ പുഷ്പലത, രജിത മേപ്പാടം തുടങ്ങിയവർ നേതൃത്വം നൽകി. കെ അജയൻ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. ഓഗസ്റ്റ് 15 തന്ത്രി ബ്രഹ്മശ്രീ മൊപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള വീണ്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂരിൽ KPSTA ഭവൻ ഉദ്ഘാടനം നടത്തി. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ തെറ്റായ നയങ്ങൾ തിരുത്തുമെന്ന് മന്ത്രി. ഓഗസ്റ്റ് 15 വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലിക്കാൻ ഉത്തരവിട്ട സർക്കാർ നടപടിയിൽ പ്രതിഷേധം. എടക്കരയിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി DYFI. പ്രതിഷേധം സംഘടിപ്പിച്ചത് എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ദേശീയ വ്യാപാരി ദിനം. മേഖലയിലും ദിനാചരണം സമുചിതമായി നടത്തി. KVVES നിലമ്പൂർ, എടക്കര യൂണിറ്റുകൾ സംഘടിപ്പിച്ചത് വിപുലമായ പരിപാടികൾ. ജനസാക്ഷ്യം പൊതുജന പരാതി പരിഹാര അദാലത്ത് ഓഗസ്റ്റ് 10 വണ്ടൂരിൽ. അദാലത്ത് സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംയുക്തമായി. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.